രണ്ടും കൂടി കൂട്ടിപ്പിടിച്ച് അങ്ങോട്ട് കെട്ടി. രണ്ട് ഭാഗത്തുണ്ട് രണ്ടാളെ കെട്ടാം. ഈ പിന്നിലേക്ക് ആക്കണ്ട, തന്നെ ഞാൻ പറഞ്ഞതായിട്ട് പിടിക്കുക. ആ മുമ്പിലുള്ളതായിട്ട് പിടിച്ചു, അപ്പുറത്ത് ഇരിക്കണതിന്റെ പിടിച്ചു. അപ്പുറത്ത് ബുദ്ധിയുള്ള രാക്ഷസന്മാരും ഉണ്ട്, നോക്കി നോക്കുക. തല മൂടിയിട്ടായിരിക്കണത്. തല മൂടിയിട്ട് ഞാൻ വെറുതെ ഇവിടെ വിചാരിക്കണ്ട, കുറച്ച് കേട്ടെ കാണിച്ചു തരാമോ. രാക്ഷസന്മാരുടെ നേരെ ആവട്ടെ, അപ്പൊ ശരിയാക്കി തരാം. രാക്ഷസ സ്ത്രീകളെ നോക്കിയപ്പോ അവിടെ തലമുടി അങ്ങോട്ട് പിടിച്ചു അതിന് കെട്ടി അങ്ങനെ പിടിച്ചു നോക്കിയപ്പോഴാണ് ഇവിടെ ചിലതൊക്കെ ഉണ്ട് തലയിലൊക്കെ വെള്ളിനാരായിരിക്കുന്നു. വെള്ളിനാരെന്ന് ഞാൻ പറയുമ്പോ ബാക്കിയുള്ളതൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എന്താ അറിയോ, അവരൊന്നും ചെയ്യാത്തോണ്ട് വെള്ളിനാരാണെന്ന് അറിയുന്നുണ്ട്. ബാക്കി ഇപ്പൊ ഇവിടെ ഇരിക്കണ എത്ര എണ്ണം എങ്ങനെയാന്ന് ആർക്കറിയാ, ഒക്കെ ചായം പൂശി വന്ന് ഇരിക്കുകയും പഠിക്കുക. അപ്പോ ആ നോക്കുക, വെള്ളിനാരാകത്ത് കാര്യമില്ല, നല്ല ബലമുള്ള കൂട്ടത്തില് അങ്ങോട്ട് പിടിച്ചു. അപ്പുറത്തിരിക്കണ രാക്ഷസിയുടെ തല, കിടക്കുന്ന രാക്ഷസിയുടെ തല അങ്ങോട്ട് പിടിച്ചു, കൂട്ടി പിടിച്ചാങ്ങോട്ട് കെട്ടി. രാക്ഷസ സ്ത്രീകളെയൊക്കെ തലമുടി കൂട്ടി പിടിച്ചാങ്ങോട്ട് കെട്ടി. എനിക്ക് ഹനുമാന് വൈഷമ്യം ഉണ്ടായില്ല. അപ്പൊ ഇവിടെ ഞാൻ വരുമ്പോഴേ കുറെ രാക്ഷസികളെ അവിടെ കണ്ടു. എന്താ ഇവിടെയൊക്കെ അവിടെ കിടക്കേണ്ട കുറച്ചെണ്ണം ചെന്ന് നോക്കിയാൽ അറിയാം. കുറച്ച് കഴിഞ്ഞാൽ അവിടെ വരും, അപ്പൊ കാണുമ്പോ അറിയാം. നോക്കിയാൽ തറ നിങ്ങളാ തലമുടി ചിലതൊക്കെ ഇരിക്കുന്നുണ്ടാവും. കണ്ട തറ നീളുണ്ടോ തോന്നുന്ന കൂട്ടിപ്പിടിച്ച് കെട്ടാന്ന് വിചാരിച്ച് അതിലെങ്ങോട്ട് പിടിച്ചാൽ എന്താ ഉണ്ടാവുക, അതുകൊണ്ട് കയ്യിൽ പോയി. അതന്നെ കൂട്ടിപ്പിടിച്ച് കെട്ടിയിട്ടാ വന്നിട്ടുണ്ടാവും. രാക്ഷസ സ്ത്രീകൾക്ക് അങ്ങനെയല്ല കേട്ടോ, സാമാന്യത്തിൽ അധികം തലമുടിയാ. അപ്പോ ആ തലമുടി അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് രാക്ഷസ സ്ത്രീകളെയൊക്കെ അങ്ങോട്ട് പിടിച്ചു കെട്ടി. ഈ രാക്ഷസന്മാരുടെ കാര്യം നോക്കുമ്പോ ഇവിടെ വിദ്യാൻ തല മൂടിയിട്ടാ കിടന്നു പോകുന്നത്. കുഴപ്പമില്ല, ലേശം നോക്കിയൊക്കെ മുമ്പിൽ കൊമ്പ് പോലെ പുറത്തേക്ക് കാണാണ്ട. അത് മതി. രാക്ഷസന്മാരല്ലേ നല്ല മോളാ. ആ തലമുടിയുടെ മുമ്പ് അങ്ങോട്ട് പിടിച്ചു. അപ്പുറത്തിരിക്കണ രാക്ഷസന്റെ തലമുടി അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് പണ്ടൊക്കെ വെച്ചാലേ കുടുംബം ഉള്ളത് ഒന്നോ രണ്ടെങ്കിലും മുമ്പിലുണ്ടാവും. ഇപ്പൊ കുടുംബമൊന്നും ഇല്ലാതായിരിക്കും. അപ്പോ രാക്ഷസന്മാരുടെ തല നോക്കിയാൽ അത്ര എളുപ്പം കാര്യം നടക്കില്ല. എന്താ പിടിക്കാൻ നോക്കിയാണ് നോക്കുമ്പോ രാക്ഷസന്മാരുടെ ഇടയിലൊക്കെ അങ്ങനെ നോക്കുമ്പോഴാണ് അതിൽ നോക്കി നോക്കുക തല അത്ര പോരാ. പക്ഷേ മീശ തെക്ക് വടക്ക് നല്ല ഭാഗ. ആ രാക്ഷസന്റെ മീശയോട് പിടിച്ചു. അപ്പുറത്തിരിക്കണ രാക്ഷസന്റെ മീശയോട് പിടിച്ച് ഇവിടെ താടി തരക്കടില്ല. താടിക്ക് സാമാന്യം നീളണ്ട. ആ താടി അങ്ങോട്ട് പിടിച്ചു. അപ്പുറത്തെ വിദ്വാന്റെ മീശ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. ഇവിടെ പിന്നെ എളുപ്പമാണ്. എന്താ വെച്ചാൽ ഒക്കെ മീശ ഉള്ളതാ. ഒരെണ്ണത്തിനെ അങ്ങോട്ട് പിടിച്ച് അപ്പുറത്ത് കെട്ടുക, അതിന്റെ അപ്പുറം പിടിച്ച് അപ്പുറത്തേല് കെട്ടുക. കൂട്ടിപ്പിടിച്ച് ഏറ്റവും അറ്റത്തൊരു താടിക്കാരനുണ്ട്. ആ താടിക്കാരൻ്റെ പിടിച്ച് ആ താടി കൂടി അങ്ങോട്ട് കൂട്ടി അവരെയൊക്കെ അങ്ങോട്ട് പിടിച്ചു കെട്ടി. അപ്പുറത്തുള്ളതിനെ പിടിച്ചു. താടി ഒക്കെ നോക്കി കാക്കടന്മാരുടെ താടിയും മീശയൊക്കെ പിടിച്ച് കെട്ടിയപ്പോഴാ അയ്യോ ഇവിടെ ചിലത് വന്ന് കൂടിയുണ്ടല്ലോ. അത് നോക്കി വെക്കുക. അതിന് താടിയില്ല, മീശയില്ല, ആ തലയിൽ വരുന്നുണ്ടോ, തലയിലും ഇല്ല. അവിടെ ഇനി എങ്ങനെയാണോ പിടിച്ച് കിട്ടുക? അപ്പൊ നോക്കിയപ്പോ ചിലതിനൊക്കെ മാറത്തെ രോമം കാണാനുണ്ട്. രാക്ഷസന്മാരല്ലേ, നല്ല വലിപ്പമുള്ള ശരീരം. മാറത്തെ രോമം കൊണ്ട് പിടിച്ചു. ആ രാക്ഷസന്റെ മാറത്തെ രോമം കൊണ്ട് പിടിച്ച് വേറൊരു രാക്ഷസന്റെ ചെവിയിൽ 2 രോമം ഉണ്ടാകും. ആ ചെവിയിലത്തെ രോമം കൂട്ടിപ്പിടിച്ച് താടി, മീശ, ചെവിയില്, മാറത്ത് എന്ന് വേണ്ട, എവിടേക്കാണോ രോമത്തിന് നീളം കണ്ടേ അവിടേക്ക് അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് രാക്ഷസന്മാരെ മുഴുവൻ അങ്ങോട്ട് കെട്ടി. ഹനുമാൻ രാക്ഷസന്മാരെയും ഒക്കെ മുഴുവൻ കെട്ടിയതിന്റെ ശേഷം നോക്കിയപ്പോ എന്താ ഇതിന്റെ കയ്യില് അടുത്തന്നെ വെച്ചിട്ട് ഉറങ്ങാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ആയുധം അടുത്ത് വെച്ചിട്ടാ കിടന്നുറങ്ങണതേ. എന്തെങ്കിലും ആവശ്യം വന്നാൽ വേഗം എടുത്ത് പ്രയോഗിക്കാനാ. ആയുധം കിട്ടിയ എളുപ്പമല്ല. ഹനുമാൻ ആ വിദ്വാന്റെ ഗത അവിടെ വെച്ചിരിക്കണത്. ആ ഗതയും കൊടുത്തു. മറ്റേ ഇവിടെ കൊണ്ടിട്ട് എന്താ ഒന്ന് ചെറുത് കയ്യിലുണ്ടല്ലോ, കുണ്ടാ തോന്നുന്നുണ്ട്. അവിടെ കൊണ്ടേ വെച്ചു. ആ കുണ്ട അവിടെ നിന്ന് എടുത്ത് ആ വിദ്വാന്റെ ഗത ഇരിക്കണ ദിക്കിൽ കൊണ്ടുപോയി. വേറെ വിദ്വാൻ വാളും പരിചയം അടുത്ത് വെച്ച് കിടന്നു പോകുന്നുണ്ട്. ആ വാളും പരിചയം അവിടെ നിർത്തു. അവിടെ കൊണ്ടുപോയി വില്യം ശരവും വെച്ചു. വാളും പരിചയം കൊണ്ടുപോയിട്ട് വില്യം ശരക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി ആയുധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചതിന്റെ ശേഷം ഇനി
രാക്ഷസന്മാരെ ഉണർത്തുക രാക്ഷസന്മാരെയൊക്കെ എന്ന് വിചാരിച്ച് കുറച്ചപ്പുറത്ത് പോയിട്ട് ലേശം ഉയരത്തിൽ അതാ അങ്ങോട്ട് നോക്കി നോക്കുക. അവിടെ യുദ്ധം കയറി ഇരിക്കേണ്ട വേണ്ടി പോയി. അപ്പൊ അവിടെ ഉള്ളതിനെയൊക്കെ കാണണം. അതിന് വേണ്ടിയിട്ട് അവിടെ പോയി ഇത്തിരി ഉയരത്തിലിരുന്ന എല്ലാരെയും കാണാൻ വെച്ചിട്ട് ഇതുപോലെ ലേശം ഉയരമുള്ള ഒരു സ്ഥലത്ത് കുറച്ച് അപ്പുറത്ത് പോയിട്ട് ആ ശ്രീഹനുമാൻ അവിടെ കയറിയിരുന്ന് രാക്ഷസന്മാരെ കൊണ്ട് ഉണർത്തുക വിചാരിച്ച് നോക്കിയപ്പോളാ ഉണർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പൊ അങ്ങോട്ട് നോക്കി നോക്കിയ നല്ല ഉറക്കാ രാക്ഷസന്മാര്. പേടിക്കാനൊന്നുമില്ല. രാവണന്റെ അവിടെയല്ലേ. ആരാ ഇവിടെ വരാനുള്ളത്? രാവണന്റെ അനുവാദം ഇല്ലാണ്ട് ആരും കൂടി വരില്ല. പിന്നെ എന്തിനാണോ ഇവിടെ കാവല്? സുഖമായി കിടന്നുറങ്ങുക. അപ്പൊ എല്ലാ ദിക്കിലെയും കാവല് അങ്ങനെയായിരിക്കുന്നില്ലേ. ബ്രഹ്മസ്വം ഇല്ല, ദേവസ്വം ഇല്ല, ഒന്നും സംരക്ഷിക്കാൻ പറ്റാത്ത കാവലായി മാറി. ആ കൂട്ടത്തില് വലിയ സുഖമായി കിടന്നുറങ്ങുക. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉറക്കറിയും? വരവും ചെലവും ആയിട്ടുള്ള പിടുത്തം. എന്താണോ ഈ വരവും ചെലവുമായിട്ടുള്ള പിടുത്തം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു രാക്ഷസന്മാരുള്ളത്. അങ്ങ് നോക്കി നോക്കുക. അവിടെ ഒരു രാക്ഷസൻ ഉറങ്ങുന്നുണ്ട്. എങ്ങനെയാ അറിയോ? എന്താ വരവ് നല്ലോണം, ചെലവ് നല്ല കുറവ്. അങ്ങനെ ആയാലും ഇപ്പൊ ഇതൊക്കെ കഴിച്ചു കൂട്ടാൻ പറ്റുള്ളൂ. കേട്ടോ, ശ്രദ്ധിച്ചോളൂ. വരവ് നല്ലോണം ഉണ്ടാവണം, ചെലവ് കുറയാൻ. എന്റെ കാര്യമല്ല പറഞ്ഞത്, ബാക്കിയുള്ള എന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോ വരവ് നല്ല കുറവും ചെലവ് അതിനായാൻ പറ്റില്ല. അപ്പുറത്തെ ഒരു രാക്ഷസൻ അവിടെ കിടന്നു തുടങ്ങുന്നു. എങ്ങനെയാ? വരവും ചെലവും സമം, വലിയ കുഴപ്പമില്ല, കഴിച്ചു ഒരേപോലെ പോവും. വരവും ചെലവും ഇതൊക്കെ അതിൽ പെട്ടതാന്നായിട്ട് വരവും ചെലവും സമം. അതുകൊണ്ട് ആ മുഖത്ത് അതിന്റെ സന്തോഷമുണ്ട്. വലിയ അധികമൊന്നുമില്ല, ഉള്ളതുകൊണ്ട് സുഖമായി കഴിച്ചു. ആ വേറെ ചില രാക്ഷസന്മാരെ അവിടെ കടന്നു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അറിയാം? വരവ് നല്ല കുറവ്, ചെലവ് എത്രയാന്ന് ആ വിദ്വാനെ നിശ്ചയില്ല. അങ്ങനെ ആയ കഴിച്ചു കൂട്ടാൻ പറ്റിയ. ഇങ്ങനെ രാക്ഷസന്മാര് വരവും ചെലവുമായിട്ട് ഇങ്ങനെ കടന്നു ഉറങ്ങണം കണ്ടപ്പോ ഹനുമാൻ വിചാരിച്ചു, ആഹാ ഈ രാക്ഷസന്മാരുടെ ഉറക്കം കാണാനല്ല ഞാൻ ഇവിടെ വന്നത്. ഇതിനെയൊക്കെ എണീപ്പിച്ചിട്ട് വേണം അടുത്ത കാര്യം ചെയ്യാമെന്ന് നിശ്ചയിച്ച്